ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മ്യൂസിയമോ? നിത്യനഗരം എന്നുകൂടി വിളിപ്പേരുള്ള റോമിലെ ചർച്ച് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് സഫ്രേജ് എന്ന ദേവാലയത്തിൽ അങ്ങനെ ഒരു മ്യൂസിയം ഉണ്ട്. ലിറ്റിൽ മിലാൻ കത്തീഡ്രൽ എന്നും ഗോത്തിക് ശൈലിയിൽ പണി കഴിക്കപ്പെട്ട ഈ ദേവാലയത്തിന് പേരുണ്ട്. ഈ ദേവാലയത്തിലാണ് മ്യൂസിയം ഓഫ് ദ സോൾസ് ഓഫ് പർഗറ്ററി സ്ഥിതി ചെയ്യുന്നത്. 1897 നവംബർ 15 ഈ ദേവാലയത്തിൽ ഒരു വൻ തീപിടുത്തമുണ്ടായി. ദേവാലയത്തിന് തീപിടിച്ച വിവരമറിഞ്ഞ് വികാരിയച്ഛനും ഇടവകക്കാരും അവിടേക്ക് ഓടിയെത്തി. ആളിപ്പടരുന്ന അഗ്നിജ്വാലകൾക്കിടയിൽ ഒരു മനുഷ്യന്റെ മുഖം വികാരിയച്ഛനും വിശ്വാസികളും കാണുകയുണ്ടായി. തീപിടുത്തത്തിന് ശേഷം ദുഃഖപൂരിതവും കഠിന വേദനകളിലൂടെ കടന്നു പോകുന്നതുമായ ഒരാളുടെ മുഖം ദേവാലയ ഭിത്തിയിൽ കാണപ്പെട്ടു. ഫ്രഞ്ച് മിഷണറി വൈദികനായ വിക്ടർ ജോവൌട്ട് ഇതൊരു അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞു. ശുദ്ധീകരണ സ്ഥലത്ത് പീഡകൾ അനുഭവിക്കുന്ന ആത്മാവാണ് ഇത് എന്നും അദ്ദേഹം മനസ്സിലാക്കി. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരെ പ്രാർത്ഥനയ്ക്കായി സമീപിക്കുന്നുവെന്ന് ഈ സംഭവത്തിലൂടെ അച്ഛൻ മനസ്സിലാക്കി. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാറുണ്ടോ? ഇതിന് തെളിവ് തേടിയുള്ള യാത്രയായിരുന്നു തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് തന്റെ അന്വേഷണത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള നിരവധി തെളിവുകൾ ലഭിക്കുകയുണ്ടായി. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മരിച്ചയാളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ആ അടയാളങ്ങൾ അച്ഛനോട് പറഞ്ഞു. ശുദ്ധീകരണ സ്ഥലം യാഥാർത്ഥ്യമാണെന്നും ശുദ്ധീകരണാത്മാക്കൾ തീവ്ര വേദനയിലൂടെ കടന്നു പോകുന്നവരാണെന്നും മനസ്സിലാക്കിയ അച്ഛൻ താൻ അറിഞ്ഞ കാര്യങ്ങൾ വരും തലമുറയുടെ അറിവിലേക്കായി രേഖപ്പെടുത്തി വെക്കുന്നതിന്റെ ഭാഗമായി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള മ്യൂസിയം ആരംഭിക്കുകയായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ഈ മ്യൂസിയത്തിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണെന്ന് ജീവിച്ചിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക, മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശുദ്ധീകരണാത്മാക്കളുടെ ഈ മ്യൂസിയം നമുക്ക് ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളോടുള്ള സ്നേഹവും അവർക്കായി പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാരവുമായിരിക്കും. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ജീവിതത്തെ കുറെ കൂടി നല്ല രീതിയിൽ സമീപിക്കുമെന്നുള്ള തീരുമാനവും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ദൃഢനിശ്ചയവുമായിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് യാത്ര പറയുന്നതും.